അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നതിനാൽ അള്ള തരുന്ന ഫലമാണ്. ആ ഫലത്തിന്റെ പേരിൽ നിങ്ങൾ പരിഹസിക്കും, ഇവിടുന്നും പരിഹസിച്ചു. എന്നിട്ട് എനിക്ക് നേർച്ച പൈസ കൊണ്ടുത്തരുമ്പോ ഞാൻ വിരിവെടുക്കുന്നതിനിടയ്ക്ക് വരുന്ന നേർച്ച പൈസ അതെന്റെ കീശയിലിടാൻ ഞാൻ കൈകൊണ്ട് കാണിക്കുന്നത് എന്നെ പരിഹസിക്കാൻ നിങ്ങളിവിടെ വെച്ച് കാണിക്കില്ലേ? അത് ഞാനൊന്ന് പൊതുജനങ്ങൾ നിങ്ങളെ പരിഹാസം കാണാൻ വേണ്ടി, നിങ്ങളെ സംസ്കാരം കാണാൻ വേണ്ടി ഞാനതൊന്ന് പ്രദർശിപ്പിക്കട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വേറെ ചിലത് കാണിക്കുന്നുണ്ട്, അതൊന്നാദ്യം കാണട്ടെ. ഇയാൾ പ്രസംഗിക്കാണ് ഒരു സ്ഥലത്ത് പോയിട്ട്, നമുക്ക് ദുന്യാവിനോട് മോഹനാവരുത്, പൈസ വാങ്ങരുത്, നമ്മളെ കൈയൊരാളെ കൊണ്ട് മുത്തിക്കരുത് എന്നൊക്കെ ഒരു നാവ് കൊണ്ട് പറയുകയും, പിന്നെ അയാളെന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നിട്ട് പൈസ ഇങ്ങനെ വാങ്ങാ, കൈ ഇങ്ങനെ മുത്തിക്ക, പോക്കറ്റിൽ കൂടാ, അങ്ങനെ കാണിക്ക. ഉണ്ടോ നിങ്ങൾ? അതാണ് നിന്നു പോകുന്നവർക്ക് അറിയാം. അതുകൊണ്ടാ ഈ ഭയപ്പാടൊക്കെ. അതും കൂടി ഒന്നാണ് കാണിച്ചേക്ക് പേരോടിന്റെ ആ കാപ്പട്ടി മനസ്സിലാവാൻ. കാശ് വാങ്ങണ രംഗാണിപ്പത്. അപ്പൊ കണ്ടില്ലേ, ഒക്കെ കാണുന്നില്ലേ? മുത്തുന്നുണ്ട്, മറ്റോടത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇതൊക്കെ നിന്നു പോകും മുസ്ലിയാക്കന്മാര് വയല് കേട്ടാൽ എന്ന പേടി കൊണ്ടാണ് ഇവിടെ വയല് കേൾക്കാമെന്ന മുസ്ലിയാക്കന്മാർ ഇയാൾ ആര മുസ്ലിയാരി എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട എല്ലാ നാലാപുരത്തുള്ള പണ്ഡിതന്മാരോട്, സുഹൃത്തുക്കളോട്, മുസ്ലിയാക്കന്മാരോട്, ഈ നാട്ടിലെ ഉമ്മതങ്ങന്മാരോട് എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, ഇത് ആഖിറത്തിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കണം. കുറച്ചുപേരെ വിളിക്കണം സുഹൃത്തുക്കൾ. ഞാൻ അപ്പൊ അവസാനിപ്പിക്കും. നിങ്ങൾ സദസ്സിൽ എഴുന്നേൽക്കരുത്, അവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നമ്മളോട്. കണ്ടോ, ഇയാളിത് പരിഹസിക്കുന്ന നാലാവർത്താർക്കാരുടെ ഞാനെന്താ ചെയ്യുന്നത്? എല്ലാവരും എണീറ്റ് പോകാൻ തുടങ്ങി. എന്തിനാണിതൊക്കെ? എന്നാ സഹോദരന്മാരെ, ഞാൻ ഇന്നലെ ഈ ക്ലിപ്പിങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുമ്പോ, ഇവരെ ഗൈനക്കോളജിക്കൽ കറാമത്ത് യന്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പാറക്കടവിൽ നിന്നൊരാൾക്ക് വന്ന്. എന്തിനാ വന്നതെന്നറിയോ? അയാൾക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ നേർച്ചയാക്കി മക്കളുണ്ടായി. എന്നിട്ട് സ്വർണം തരാൻ വന്നതാ സിറാജുലുദ്ദീനിലേക്ക്. അയാളെയും സ്വർണ്ണമാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഇന്നലെ വന്നതാണ് അയാൾ, നാഫിർ. കൊടവായിട്ട് കൊടുക്കാനല്ലേ ഒന്ന് കാണാനേ. കുട്ടിയായിരുന്നു നേരത്തെയാക്കിയിട്ട് കുട്ടിയായി ഒരു ഭവനമുള്ളത് നേരത്തെ ഓടത്തെ അവിടെ കുട്ടികളെന്ന എനിക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഗൈനക്കോളജിക്കൽ നേർച്ച കേന്ദ്രം നിശ്ചയിപ്പാക്കിയില്ലേ? നിങ്ങളത് എഴുതിയാൽ മതിയാവൂല. കാരണം അവിടെ 10,000-കണക്കിന് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും രണ്ടൊന്നല്ല. ഓപ്പറേഷൻ വിധിച്ചിട്ട് തിയേറ്ററിൽ കയറിയിട്ട് നേർച്ചയാക്കിയപ്പോ തിയേറ്ററിൽ ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർമാർ ഇറക്കി കൊടുത്തയച്ചിട്ടുള്ള സംഭവങ്ങൾ എഴുതിയ കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. സിറാജുൽ ഹുദയും അനുഭവങ്ങളും എന്ന് പറയുന്ന പുതിയ പുസ്തകം ഇറങ്ങുമ്പോ നിങ്ങൾക്ക് ഓരോന്നോരോന്നതിൽ ദശക്കണക്കിന് കത്ത് കാണാം. എന്നാ ഒരു കത്തും കൂടി ഞാൻ കേൾപ്പിക്കുന്നു, നിങ്ങൾ എഴുതണം. ഇനിയും എന്തറിയോ, ഗൈനക്കോളജിക്കൽ എന്നുള്ളത് മാറ്റിയിട്ട് സൂചി നേർച്ചാ കേന്ദ്രം എഴുതണം. കാരണം കുറ്റ്യാടിക്കടുത്ത് നരിക്കുട്ടിൻചാലിലെ ഒരു ചെറുപ്പക്കാരൻ നസീർ എൻ നാരോള്ളതിൽ വടയം നരിക്കൂട്ടിൻചാൽ, ടെലിഫോൺ നമ്പർ 2588-9006. അയാളുടെ പ്രശ്നം എന്തായിരുന്നു? അയാളുടെ വയറ്റിന് സൂചി കുടുങ്ങി. ഞാൻ വായിച്ചു തരാം, ഈ കത്ത് സ്ക്രീനിൽ കാണാം കേട്ടോ. വയറ്റിലെ വേദനയ്ക്ക് ഒരു പാടായി വിഷമിക്കുന്നു. അങ്ങനെ മേരിക്കുന്ന് പ്രഭാകരൻ ഡോക്ടർ കാണിച്ചു. അവിടുന്ന് സെന്റോസ്കോപ്പ് ചെയ്ത് വയറ്റിൽ സൂചി ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നെയും ബേബിയിൽ നിന്ന് സെന്റോസ്കോപ്പ് ചെയ്ത് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഡോക്ടർ വേറെ ഒരു ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു.
ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിറാജുൽ ഹുദയിൽ ഒരു സംഖ്യ നേർച്ചയാക്കി. ഹോസ്പിറ്റൽ പോകുന്നതിന്റെ തലേ ദിവസം രാത്രി 10 മണിക്ക് ബാത്റൂമിൽ പോയി. പോകുമ്പോൾ വീണ്ടും അധികം ഞാൻ സംഖ്യ സിറാജുൽ ഹുദയിൽ നേർച്ചയാക്കി. അങ്ങനെ ബാത്റൂമിൽ കയറി നേർച്ചയുടെ ബർക്കത്ത് കൊണ്ട് സൂര്യ വയറ്റിൽ നിന്ന് പോന്നു. അൽഹംദുലില്ലാഹ്. ഉസ്താദ് വേഗം ദുആ ചെയ്യണം. ഇതുപോലെ ഒരുപാടുണ്ട്. ഇനി നിങ്ങൾ എഴുതണം സൂര്യക്കറാമത്ത് കേന്ദ്രം. അതുപോലെ അതേ വീണുപോയ സാധനങ്ങൾ അത്ഭുതമായി കിട്ടിയവരുണ്ട്. നിങ്ങൾ എഴുതണം. ഇന്ന് വന്നതിന് ഓപ്പറേഷൻ ഒഴിവായ കത്തി എന്റെ കീശയിൽ തന്നലുണ്ട് എന്നാണ് ഹുസൈൻ മാഷ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ സൂര്യ വെച്ച് നടന്നോ, നിങ്ങൾ പരിഹസിച്ചോ, ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളയല്ലാതെ കൊടുക്കുന്നവനില്ല, അള്ളയല്ലാതെ തടയുന്നവനില്ല. മുജാഹിദീങ്ങളെ അള്ള ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാഹുവിനാണ്. കൊടുക്കുന്നവനവനാണ്, തടയുന്നവനവനാണ്. ഇനി നിങ്ങൾക്ക് പറയട്ടെ, നിങ്ങളെ ഇസ്ലാഹി മാസിക വായിച്ചിട്ട് മുസ്ലിയാന്മാര് മുജാഹിദാവുന്നുണ്ടല്ലേ? എന്നാ ഞാൻ പറയട്ടെ, ബുദ്ധിയുള്ള ഒരു മുസ്ലിയാനും മരിക്കുന്നത് വരെ മുജാഹിദാവൂല കേട്ടോ. ബുദ്ധിയില്ലാത്ത അരമുസ്ലിയാന്മാര് മുജാഹിദായിട്ടുണ്ടല്ലേ? അത് ഞാൻ നിങ്ങൾക്ക് അത്തരം മുസ്ലിയാന്മാരെ കാര്യം നിങ്ങൾ ഇസ്ലാഹി തന്നെ വായിച്ചിട്ടൊന്ന് കേൾപ്പിച്ചു തരാ. എന്റെ മുസ്ലിമീങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. ഫൈസൽ മുസ്ലിയാർ ഇന്നലെ മുസ്ലിയാര് അടുത്ത് മുജാഹിദായി പോൽ. എന്നിട്ടോ അയാൾ ലേഖനം എഴുതാണ്, ഇല്ലാത്ത സലാത്തുകളുടെ വല്ലാത്ത പോലീസുകൾ. അതിലാണ് നാരിയത്ത് സലാത്ത് നാറിയത് എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ലേഖനത്തിൽ മുസ്ലിയാരുടെ ബുദ്ധി മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ധാരാളം ചെറുപ്പക്കാരില്ലേ, SSLCക്ക് പഠിക്കുന്നവരും ശേഷം +1 +2 പഠിക്കുന്നവരും BAക്കും MAക്കും പഠിക്കുന്നവരും LLBക്ക് പഠിക്കുന്നവരും MBBSൽ പഠിക്കുന്നവരും ധാരാളം ചെറുപ്പക്കാരില്ലേ? നിങ്ങൾക്കൊക്കെ ബുദ്ധിയില്ലേ ചെറുപ്പക്കാരെ? നിങ്ങൾ ഈ അരമുസ്ലിയാന്മാര്, മുജാഹിദാകുന്ന അരമുസ്ലിയാന്മാര്, അവരെ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. കേട്ടോളൂ. ഇയാള് പറയാണ്, ഇല്ലാത്ത സലാത്തുകളുടെ വല്ലാത്ത പോലീസുകൾ. ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തോടെ വിശ്വാസികൾ സലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ സമസ്ത മുസ്ലിയാക്കൾ പല ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി സലാത്ത് ചൊല്ലുകയും ചെല്ലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലും അവരുടെ എല്ലാം അങ്ങനെയാണല്ലോ. നമ്മളതെല്ലാം ഭൗതിക നേട്ടത്തിന്. ഇവര് ഭയങ്കര സൂഫിയാക്കൾ. ശരി മുജാഹിദീങ്ങൾ. എനിക്ക് കേട്ടോളെ, ഏത് കർമ്മം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ലക്ഷ്യം ഭൗതികമായിരിക്കുമെന്ന് അവർ തന്നെ അംഗീകരിക്കുന്നതാണല്ലോ. മൗലിദോദിയാലുള്ള നേട്ടം ഒരു മുസ്ലിയാരി എഴുതുന്നത് കാണുക. ഇനി മരിച്ചുപോയ താഴ മുസ്ലിയാരിയാ പറയുന്നത് കേട്ടോളെ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഇവയൊക്കെയും കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. ഇതിങ്ങനെ എഴുതിയിട്ട് മുജാഹിദ് പറയാണ് കേട്ടോളെ. ഈ വരികൾ തീർത്തും തെറ്റാണെന്ന് ഈ ലേഖകന് വാദമില്ല. കാരണം തുച്ഛമായ ശമ്പളം പറ്റുന്ന മുസ്ലിയാക്കൾ ദാരിദ്ര്യമില്ലാതെ കഴിഞ്ഞുകൂടുന്നത് മൗലിദ് കൊണ്ടാണ് എന്ന സത്യം അംഗീകരിക്കാൻ നാം നിർബന്ധിതമാണല്ലോ. പറഞ്ഞു വന്നത് സലാത്തിനെ കുറിച്ചാണല്ലോ. സലാത്തിന്റെ ലക്ഷ്യവും മുസ്ലിയാക്കൾക്ക് മറ്റൊന്നല്ല. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇതിൽ പറഞ്ഞൊക്കെ ഭൗതികാണെന്നാ പറയും. ഇതിൽ പറഞ്ഞൊക്കെ ഭൗതികാണോ? ഇതിൽ പറഞ്ഞതൊക്കെ ഭൗതികാണോ? ആദ്യം തന്നെ തഴവ മുസ്ലിയാർ പറഞ്ഞത് എന്താ? പക്ഷെ അത് ഈ അരമുസ്ലിയാർക്ക് മനസ്സിലായില്ല. കേട്ടോളെ, ആദ്യം പറഞ്ഞതാ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? മുസീബത്തൊക്കെ നീങ്ങുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? മുജാഹിദാവുക. അത് നീങ്ങും. മുജാഹിദായി പോവുക എന്ന മുസീബത്ത് നീങ്ങും. ഈമാനില്ലാതെയായി പോകുന്നതിനേക്കാൾ വലിയ മുസീബത്തുണ്ടോ? നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ വലിയ മുസീബത്തുണ്ടോ? അതാ അദ്ദേഹം പറഞ്ഞത്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ.